ഞാൻ വീണ്ടും ഒരു പുതിയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുമ്പം അഞ്ചെങ്ങ് ഫോർട്ട് എന്ന് പറയും. 5 തെങ്ങിലാണ് സ്ഥലം. 4 സൈഡിലായിട്ട് 4 മറ്റേ തൂണ് കണക്കിന് സാധനമുണ്ട്. ഇതിലെന്നൊക്കെ പറയുമ്പോൾ പണ്ട് മറ്റേ ഈ ക്യാനോണും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വെച്ച സ്ഥലം എന്നൊക്കെയാണ് പറയണത്. എല്ലാം പറഞ്ഞു കേട്ടൊരു അറിവാണ്. അതുപോലെ തന്നെ അതോ അപ്പുറത്തെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. നമ്മളെ മെയിൻ ഒരു ഡെസ്റ്റിനേഷൻ അതും അതുപോലെ തന്നെ ഇതുമാണ് ഗൈസ്. ലൈറ്റ് ഹൗസിൽ കയറണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഹൈറ്റ് ഇച്ചിരി അത്യാവശ്യം പേടിയാണ്. അതുകൊണ്ട് ഇന്ന് ആ പേടി ലൈറ്റ് ഹൗസിൽ കയറി തീർക്കണം ഗൈസ്. എന്തായാലും നമുക്ക് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. ഈ 4 തൂണിൽ നിന്ന് കണക്ട് ചെയ്ത് ഇതേപോലെ നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മൾ നേരത്തെ നിന്ന് തൂണ്. അതുപോലെ തന്നെ ഇതോ രണ്ടാമത്തത്, പിന്നെ മൂന്നാമത്തത്, പിന്നെ നാലാമത്തത്. ഞാൻ ഇപ്പോൾ ചെന്ന് കയറാൻ പോണ തൂണിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ എന്ന് പറയുമ്പം അതിനെ മണ്ടിലോട്ട് കയറിയിട്ട് കാണിച്ചു തരാം. അണ്ടേ ഇത് കണക്കിന് വന്നിട്ട് ഇതാണ് അടുത്ത തൂണ്. നേരത്തെ പറഞ്ഞ പോലെ മറ്റു സംഭവങ്ങളൊക്കെ. പിന്നെ മണ്ടിയിലോട്ട് കയറുമ്പോൾ നമുക്ക് കടലും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. പണ്ടൊക്കെ ഇവിടെ ഫുള്ള് ഈ ബീച്ച് സൈഡ് മണൽ ഏരിയയൊക്കെ ആയിരുന്നു. പിന്നീടാണ് ഇങ്ങനെ വീടൊക്കെ കെട്ടി ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കണത്. ഈ സ്ഥലത്തിന് ഭയങ്കര ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ കണ്ട ഫുള്ള് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഈ സംഭവം ബ്രിട്ടീഷുകാർ ഫസ്റ്റ് ടൈമായിട്ട് ഇവിടെ കെട്ടിയ, ഇന്ത്യയില കേരളത്തില എവിടെയായാലും ഫസ്റ്റ് കെട്ടിയ ഫോർട്ടാണ്. അപ്പോൾ അന്ന് ഇവിടെ ആറ്റിങ്ങിൽ ഭരിച്ചിരുന്ന ക്യൂനിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷനൊക്കെ വാങ്ങിച്ച്, ബ്രിട്ടീഷുകാർ പെർമിഷനൊക്കെ വാങ്ങിച്ച് അതിനുശേഷം കെട്ടിയതാണ്. ഏകദേശം 1695 ടൈമിൽ കെട്ടിയ ഫോർട്ടാണ്. 5 വർഷം കൊണ്ട് പണി കഴിഞ്ഞ് പിന്നെ അതിനുശേഷം ബ്രിട്ടീഷുകാരെ കയ്യിലിരിപ്പ് കാരണം നാട്ടുകാർ വളഞ്ഞിട്ട് പൂട്ടി, അങ്ങനെ എന്തൊക്കെയോ വിഷയമൊക്കെ ഉണ്ടായി. പിന്നെ 6 മാസം അവരിത് സീൽ ചെയ്ത് വെച്ച്, നാട്ടുകാർ സീൽ ചെയ്ത് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി. അങ്ങനെ പ്രശ്നം ഉണ്ടായതിനെ ആറ്റിങ്ങൽ കലാപം എന്നാണ് പറയണത്. ഇവിടെ ഒരു കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് ഈ തടിയിലൊക്കെ ഉണ്ടായിരുന്നു കെട്ടിയിരുന്നതെന്ന് തോന്നണം. ഇപ്പം മറ്റേ സാധനമാക്കി, മറ്റേ സ്റ്റീലാ എന്തോ പൈപ്പൊക്കെ ആക്കി. ഫ്രണ്ട് ആ ഒരു എൻട്രി സൈഡിലെന്ന് പറയുമ്പോൾ ഫുൾ ഭയങ്കര പച്ച പുല്ലും കാര്യങ്ങളും അതുപോലെ തന്നെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പുറ സൈഡിലായിട്ടെന്ന് പറയുമ്പം എന്തോ കല്ലറയാണ്. എന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ. കല്ലറയാണ് അത് സ്ലാബ് വെട്ടിയിട്ടേക്കണാണ് എന്തോ. അതുകൊണ്ട് ആ സൈഡിലായിട്ട് ഒരു കിണറൊക്കെ ഉണ്ട്. ഈ സൈഡിലോട്ടാണ് ബീച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സൈഡിലോട്ട് വന്ന് നിൽക്കുകയാണ്. 2 1 2 3 4 5 6 7 7 കൂടുതലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാര്യം ഇവിടെ സ്ഥലം ഉണ്ടല്ലോ. ഈ തൂണിൽ പണ്ട് ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ കെട്ടിയിട്ട് ഈ ചങ്ങലയിലൊക്കെ കെട്ടിയിട്ട് അടിക്കുകയും ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ അവരെയൊക്കെ ഭയങ്കരമായിട്ട് ക്രൂരമായി മർദ്ദിച്ച് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ്. ടൂറിസ്റ്റ് സ്പോട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും പറയാനൊന്നും പറ്റൂല. എന്നാലും ഏകദേശം ആൾക്കാർക്കൊക്കെ വന്നിങ്ങനെ കണ്ട് കുറച്ച് നേരം കറങ്ങി നടക്കാനൊക്കെ എൻ്റെ വശം പറഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കിയാണ് വെറുതെ ഇങ്ങനെ ഒരു സ്ഥലം, ഒരു കോട്ട കെട്ടി ഇട്ടേക്കണത്. കുഴപ്പമില്ല, എന്നാലും ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെടേണ്ടിയിരുന്നു. പണ്ട് ഉപയോഗപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ഉപയോഗപ്പെട്ടിട്ടില്ല. പണ്ട് ഇവിടെ മറ്റേ കച്ചവട സാധനം അതുപോലെ തന്നെ ഈ ആയുധങ്ങൾ അങ്ങനെയുള്ള സാധനമൊക്കെ കൊണ്ടടിക്കിടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലം എന്നാണ് ഞാൻ തപ്പിപ്പിറക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പോൾ എന്തായാലും ഉപയോഗമില്ലാതെ ഒരു സ്പോട്ടായിട്ട് കിടക്കുകയാണ് ഇവിടെ. ഈ സ്ഥലത്തിൽ ഒരു നിഗൂഢത നിറഞ്ഞ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന സ്ഥലമാണ്. ആ കാണുന്ന തുരങ്കത്തിൽ പണ്ട് ഒരാൾ പശുവിനെ കണ്ടൊക്കെ തിരക്കി അതിൻ്റെ അകത്തോട് കയറിപ്പോയി. പിന്നെ പിന്നെ കണ്ടില്ല. അതിനുശേഷം പിന്നെ തുരങ്കം അടച്ച് പൂട്ടി ഇപ്പോൾ ഒരു ഓഫീസ് വീട്ടിലാണ് ചെയ്ത് വെച്ചേക്കണം. അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പം. അപ്പം അങ്ങനെ ഭയങ്കര നിഗൂഢത നിറഞ്ഞൊരു സാധനമാണ്. ഈ തുരങ്കം നേരെ ചെന്ന് അവസാനിക്കണത് കടലിൻ്റെ നടുക്കോട്ടെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വരിക, എന്നിട്ട് ചെരുപ്പ് ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഇങ്ങനെയുള്ള ചെരുപ്പിനെയൊക്കെ മാറ്റിയിട്ട് ചെരുപ്പ് ഇവിടെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, പയ്യെ വലുത് കാല് വെച്ച് കയറുക. നമുക്ക് നേരെ ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിലോട്ട് പോവാം. എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഇവിടെ ഒരു 150 സ്റ്റെപ്പ് കണ്ട ഉണ്ട്. ഇവിടെ എൻട്രി ഫീസ് ഒരു 30 രൂപ കൊടുക്കേണ്ടി വന്നു. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എൻട്രി എല്ലാം കൂടെ ഇട്ട് ഒരു 30 രൂപ കൊടുത്ത്. ഫുൾ എക്കോ ആണ് കേട്ടോ. അപ്പോൾ ഇതേ കണക്കിന് അങ്ങറ്റം വരെ കയറി പോകണം. നമുക്ക് എന്തെങ്കിലും പയ്യെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടന്ന് ടോപ്പിൽ വരെ പോവാം. നമ്മളിത് ഇത്രയും സ്റ്റെപ്പ് കയറി, ഇനി ഇത്രയും സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഈ കഥവിൽ കൂടെയാണ് നമ്മൾ കയറി ഇറങ്ങിയൊക്കെ ചെയ്യേണ്ടത്. അപ്പോഴാണ് ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിൽ ആ ഒരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റണം. ലൈറ്റ് ഹൗസിൻ്റെ അകത്തുള്ള സാധനം കാണിച്ചു തരാം. ദിസ് ഈസ് ദാറ്റ് ലൈറ്റ്. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോണ ലൈറ്റ്. ഇനി ഇതാ താഴോട്ടി സ്റ്റെപ്പുണ്ട്, കുത്തനെ കയറുന്ന സ്റ്റെപ്പുണ്ട്. ഇച്ചിരി വിഷയമാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇതേപോലെ ചെറിയൊരു ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലെത്തും. ഇവിടുത്തെ വ്യൂ എന്ന് പറയുമ്പം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണെന്ന് പറയുമ്പം ഒരു 180 ഡിഗ്രി ആ സൈഡിലോട്ട് ഫുള്ള് കടല്, ബീച്ച് അങ്ങനെയൊക്കെയാണ്. പിന്നെ ബാക്കി ഇങ്ങോട്ട് നോക്കുമ്പോഴാണെങ്കിൽ ഫുള്ള് പ്രകൃതി രമണീയമായ തെങ്ങും പുല്ലും മരവും അതുപോലെ തന്നെ കായലും കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ എന്തായാലും ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പ് വ്യൂ കൊള്ളാം. ഇതോ ഈ കാണുന്നതാണ് ഇതോ 1, 2, അതുപോലെ തന്നെ 3, 4 മറ്റേ തൂണും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് എൻട്രി ആയിരുന്നത്. എന്നിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെയാണ് മറ്റേ തുരങ്കവും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെയാണ് മറ്റേ 7 പില്ലറൊക്കെ. ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പ് വ്യൂ കൊള്ളാം. എന്തായാലും നല്ല രസമായിട്ടുണ്ട്. ഹൈറ്റ് പേടിയുള്ളതിൻ്റെ ഒരു ചെറിയൊരു പേടി മാത്രമേ ഉള്ളൂ. എനിക്കെന്ന് പറയുമ്പോൾ 3 നിലയുടെ മണ്ടേ കയറി എന്നിട്ട് താഴോട്ട് വെക്കുമ്പോഴേ കൈയും കാലൊക്കെ വിറയ്ക്കും. എനിക്ക് ഇവിടെ നിന്നിട്ട് താഴോട്ട് വെക്കുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ തോന്നും. വ്ളോഗ് എടുക്കാനുള്ള ഒരൊറ്റ ഇതിന് മാത്രം ഞാൻ ലൈറ്റ് ഹൗസിൻ്റെ മണ്ടേ കയറിയിട്ട് ഇവിടെ തറയിരിക്കുകയാണ്. കഴിച്ചു നിന്ന് കഴിഞ്ഞാൽ അപ്പം തല ഇറങ്ങും വാള് വയ്ക്കാനും തോന്നും. ഞാൻ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കാണിച്ചു തരാം. ഇവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ കൊണ്ട് നിർത്തി തരാം. കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പം അപ്പുറത്തോട്ട് കടലും കാര്യങ്ങളും, അതുപോലെ തന്നെ നേരെ വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുകയാണ്. ഹൈറ്റ് കാര്യങ്ങളും പേടിയുള്ളവരാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കയറി വരാം. വേറൊരു വിഷയമില്ല. എനിക്ക് താഴോട്ട് നോക്കിയാൽ മാത്രമേ കുഴപ്പമുള്ളൂ, ഇല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും ട്രിവാൻഡ്രത്ത് ലോക്കായി കിടന്ന ഒരു സ്ഥലം വീണ്ടും എക്സ്പ്ലോർ ചെയ്ത് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗ് ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിൽ നിന്നിട്ട് വൈൻഡപ്പ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്തൊരു വ്ളോഗിൽ പുതിയൊരു സ്ഥലമായിട്ട് വരാം. ടാറ്റാ.